ക്യാബിൻ തുറക്കൂ, ക്യാബിൻ തുറക്കൂ പ്ലീസ്, പ്ലീസ് ക്യാബിൻ തുറക്കൂ, എന്റെ ക്യാബിൻ തുറക്കൂ പ്ലീസ്, പ്ലീസ് തുറക്കൂ. പല പ്രാവശ്യം അവർ ഗൂഢാലോചന നടത്തുകയും എന്നെ ഓഫീസിൽ കയറ്റാതാക്കുകയും. ഈ ചെക്കുകൾ കണ്ടോ, ഇതെല്ലാം ഈ മാസം 10-ാം മാസം, കഴിഞ്ഞ മാസം, ഈ മാസമൊക്കെ ആയിട്ട്. അപ്പൊ പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആയിട്ടുള്ള ജിജി മാരിയയും മരിയ ജോസഫും തമ്മിലുള്ള പ്രശ്നം അവസാനം മൗനം വെടിഞ്ഞ് മറുപടിയുമായി ജിജി മാരിയോ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവർക്കിടയിലുള്ള പ്രശ്നം എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ, കാരണം ഇത് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. എന്നാലും പറയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഭർത്താവായിട്ടുള്ള മരിയ ജോസഫ് തന്നെ സെറ്റ് ഓഫ് ബോക്സ് എടുത്ത് തലക്കടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ജിജു മാരിയോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നു. പിന്നീട് ഇത് മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലൊക്കെ വാർത്തയാകുന്നു. അതിന് പിന്നാലെ ഭർത്താവായിട്ടുള്ള മരിയ ജോസഫ് ഭാര്യയായിട്ടുള്ള ജിജി മാരിയയും മക്കളെയും ഒക്കെ തള്ളി പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഓൺലൈൻ മീഡിയ വഴി പ്രചരിക്കുന്നു. ഇതിനെല്ലാം പിന്നാലെ 2 ദിവസം മുമ്പേ മരിയ ജോസഫ് മറുപടി എന്നോണം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അതിൽ ഒരുപാട് കാര്യങ്ങൾ മരിയ ജോസഫ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് മരിയ ജോസഫ് പറഞ്ഞ എന്താണ്, താനും ഭാര്യയായിട്ടുള്ള ജിജി മരിയയും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു ട്രസ്റ്റ് നടത്തുന്നുണ്ട്. ഫിലോകാലിയ ഫൗണ്ടേഷൻ എന്നാണ് അതിന്റെ പേര്. ആ ട്രസ്റ്റിന് കീഴിൽ ഇവർ ഒരുപാട് പേർക്ക് വീടുകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ട്രസ്റ്റ് വളർന്ന് വലുതായി. അങ്ങനെ വലുതായ സമയത്ത് ഒരുപാട് ഫണ്ടുകളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഈ പറയുന്ന ഭാര്യയായിട്ടുള്ള ജിജി മരിയോ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ട്രസ്റ്റിലെ ഫണ്ട് മുക്കാൻ തുടങ്ങി. അത് വെച്ച് ഒരുപാട് ആർഭാട് ജീവിതം നയിക്കാൻ തുടങ്ങി. ഒരുപാട് ബിൽഡിങ്ങുകൾ വാങ്ങിക്കൂട്ടാൻ തുടങ്ങി. ഇത് ഭർത്താവായിട്ടുള്ള താൻ ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടെ തന്നോട് കോപിക്കുകയും ഒരു ദിവസം തന്നെ കൊടുവാളെടുത്ത് വെട്ടുകയും ചെയ്തെന്നൊക്കെയാണ് മരിയ ജോസഫ് പറയുന്നത് അല്ലെ. ഭാര്യ തന്നെ കൊടുവാളെടുത്ത് വെട്ടിയതിന്റെ പാടൊക്കെ അദ്ദേഹം വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം ഭാര്യയുമായി പിരിഞ്ഞ് താമസിക്കുകയും അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഭാര്യ മുന്നറിയിപ്പില്ലാതെ തന്റെ താമസ സ്ഥലത്തേക്ക് വരിഞ്ഞു കയറി വരികയും ഗ്ലാസിന് തല തല്ലി പൊളിക്കുകയും ഭർത്താവ് തന്നെ തല്ലി എന്നും പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുകയും ചെയ്തു എന്നുള്ള രീതിയിൽ മരിയ ജോസഫ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ താൻ സെറ്റ് ഓഫ് ബോക്സ് കൊണ്ട് ഭാര്യയുടെ തലക്കടിച്ചിട്ടില്ല, മറിച്ച് ഭാര്യ സ്വമേധയാ തല തല്ലി പൊളിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തതാണ് എന്നുള്ള രീതിയിലാണ് മരിയ ജോസഫ് അന്ന് സംസാരിച്ചു വെച്ചിരുന്നത്. എന്തായാലും ഇതിനെല്ലാം പിന്നാലെയാണ് 2 ദിവസം മൗനം പാലിച്ചതിന് ശേഷം ജിജി മരിയോ ഇന്നലെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരുന്നത്. അതിൽ ജിജി മരിയോ എന്തൊക്കെയാണ് പറയാനുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം. കഴിഞ്ഞ വർഷം അദ്ദേഹം, അതായത് എൻ്റെ ഹസ്ബൻഡ് മരിയ ജോസഫ്, വളരെ രഹസ്യമായിട്ട് ഞാൻ അറിയാതെ സെക്ഷൻ 8 ആക്ട് പ്രകാരം ഒരു പാരലായിട്ട് ഫിലോകാലിയയുടെ പേരിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിൽ എനിക്ക് അംഗത്വമില്ല, ഞാൻ അറിയുന്നില്ല. മിസ്റ്റർ ദേവസ്യ സൈലന്റ് പാർട്ട്ണറായിട്ട് അവരുടെ ഭാര്യ സുലേഖ, സൈലന്റ് പാർട്ട്ണറായിട്ട് അഡ്വക്കേറ്റ് മഹേഷ്, മിസ്സിസ് റോസ്ലി, പിന്നെ അജ്മൽ കുത്തുകൽ, ഇവരെല്ലാവരും അടങ്ങുന്ന ഒരു ടീമാണ് ഇതിനെ നയിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അറിയാൻ വൈകി. അറിഞ്ഞപ്പോൾ ഞാൻ അതിനെ ചോദ്യം ചെയ്തു, എതിർത്തു. ഞാൻ ആദ്യം മൗനം പാലിച്ചു. സാരമില്ല, പൊക്കോട്ടെ, കമ്പനി ആക്ട് അത് അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കെ ഞാൻ നോക്കിയപ്പോൾ 6 മാസമായിട്ടും ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടക്കുന്നില്ല. അതായത് കേരളത്തിൽ ഏകദേശം 30ഓളം വീടുകളുടെ പണി നടക്കുന്നുണ്ട്. അതെല്ലാം ഭാഗികമായിട്ട് നിലച്ചിരിക്കുകയാണ്. ആ വർക്കുകൾ അവർ പൂർത്തിയാക്കുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, താങ്കൾ കമ്പനിയായിട്ട് പോവുകയാണെങ്കിൽ പൊയ്ക്കോളൂ, പക്ഷേ ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കരുത്. ഓക്കെ, അപ്പൊ ഫിലോകാലിയക്ക് പാരലായിട്ട് തന്റെ ഭർത്താവും ഭർത്താവിന്റെ പാർട്ട്നേഴ്സും മറ്റൊരു ട്രസ്റ്റ് തുടങ്ങി. ഫിലോകാലിയയിലേക്ക് വരേണ്ട ഫണ്ടുകളെല്ലാം ആ ട്രസ്റ്റിലേക്ക് സ്വീകരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെ ജിജി മരിയോ സംസാരിച്ചു വെക്കുന്നത് അല്ലേ. അത് കാരണമായി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഫിലോകാലിയ ഫൗണ്ടേഷനിലേക്ക് ഫണ്ടൊന്നും വരുന്നില്ല, ഇവരെ വേറെ ട്രസ്റ്റിലേക്ക് മാറ്റുകയാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ജിജി മരിയോ സംസാരിച്ചു വെക്കുന്നത്. ഇവിടെ ജിജി മരിയോ വായ കൊണ്ട് പറയാന്നല്ലാതെ കൃത്യമായ തെളിവുകളൊന്നും ഹാജരാക്കുന്നില്ല കേട്ടോ, അത് വേറെ കാര്യം. എന്തായാലും ജിജി മരിയോയുടെ ഈ വാദത്തിന് കൃത്യമായ മറുപടി മരിയ ജോസഫ് ഇന്ന് മറുനാടൻ മലയാളം എന്ന് പറഞ്ഞ ചാനലിലൂടെ നൽകുന്നുണ്ട്. നമ്മൾ എന്തായാലും ജിജി ആ വീഡിയോയിൽ ഒരു ആരോപണം പറയുന്നുണ്ട്, കഴിഞ്ഞ 1 വർഷമായി ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും മുടങ്ങിയിരിക്കുകയാണ്, മാരിയോ മുടക്കിയിട്ടിരിക്കുകയാണെന്ന്. ഈ ചെക്കുകൾ കണ്ടോ, ഇതെല്ലാം ഈ മാസം 10-ാം മാസം, കഴിഞ്ഞ മാസം, ഈ മാസമൊക്കെ ആയിട്ട് ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ട്രസ്റ്റിന്റെ ചെക്ക് ലീഫ് ഞാൻ തന്നെ സൈൻ ചെയ്ത് കൊടുത്തതാണ്. അതായത് ശശീന്ദ്രൻ വെലങ്ങാട് പണിയുന്ന ഒരു വീടിന് വേണ്ടിയുള്ളത്, മിനി പീറ്റർ മച്ചിപ്ലാവ് പണിയുന്ന വീടിനുള്ളത്, ആദിവാസികളുടെ ജാക്കിയുടെ റെന്റ് കൊടുത്തത്, സണ്ണി ജോസഫ് മുരിങ്ങൂരിലുള്ള ഒരാളുടെ വീടിന്. അപ്പൊ ജിജി പച്ചക്കള്ളമാണ് പറഞ്ഞത്. അതായത് കഴിഞ്ഞ 1 വർഷമായിട്ട് ട്രസ്റ്റിന്റെ പ്രവർത്തനം നടന്നില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ട്രസ്റ്റിന്റെ ചെക്ക് ലീഫാണ് ഞാൻ ഈ അയച്ചത്, ഈ കഴിഞ്ഞ മാസം ചെലവഴിച്ചതാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ട്രസ്റ്റ് എല്ലാം ഞാൻ മരവിപ്പിച്ചിരിക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല എന്നും പറഞ്ഞിട്ട്. പിന്നെ ചെക്കുകൾ ഇത് മാത്രമല്ല, ചെക്കുകൾ എല്ലാ മാസവും 3, 4, 5 ചെക്കുകളും കാര്യങ്ങളൊക്കെ പോയിട്ട്. ഓക്കെ, അപ്പൊ ജിജി മാരിയുടെ കള്ളം അവിടെ പൊളിഞ്ഞു അല്ലെ. ഈ മാസങ്ങളിലും കഴിഞ്ഞ മാസങ്ങളിലും ഒക്കെ ട്രസ്റ്റിന് കിട്ടിയ ചെക്കിന്റെ തെളിവുകളാണ് ഇപ്പൊ മരിയ ജോസഫ് കാണിച്ചു തന്നിട്ടുള്ളത്. എന്തായാലും ഇതോടുകൂടി ജിജി മാരിയുടെ ഈ വാദം പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി ഇതിൽ എന്ത് പറഞ്ഞ് ജിജി മാരിയെ നേരിടുന്നുള്ളത് കണ്ടു തന്നെ അറിയാം. ഇനി ജിജി മാരിയുടെ അടുത്ത വാദം എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം. പല പ്രാവശ്യം അവർ ഗൂഢാലോചന നടത്തുകയും എന്നെ ഓഫീസിൽ കയറ്റാതാക്കുകയും
എന്റെ ക്യാബിനിൽ അവർ കയറിയിരുന്ന് മീറ്റിംഗ് നടത്തുകയും എന്നെ ക്യാബിന് പുറത്ത് പൂട്ടിയിടുകയും, അതായത് ഓഫീസ് ഒരു എന്റെ ക്യാബിൻ ലോക്ക് ചെയ്തിട്ട് അതിനകത്തിരുന്ന് മീറ്റിംഗ് നടത്തി എന്നെ അകത്തോട്ട് കയറ്റാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ക്യാബിൻ തുറക്കൂ, ക്യാബിൻ തുറക്കൂ, പ്ലീസ് പ്ലീസ് ക്യാബിൻ തുറക്കൂ, എന്റെ ക്യാബിൻ തുറക്കൂ, പ്ലീസ് പ്ലീസ് തുറക്കൂ. ഓക്കെ, അപ്പൊ തന്നെ സ്വന്തം ക്യാബിനിൽ നിന്നും പുറത്താക്കി ഭർത്താവ് പാർട്ട്നേഴ്സും തനിക്കെതിരെ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് ഇവിടെ ജിജി മാരിയോ ആരോപിക്കുന്നത് അല്ലേ? അതിന് കൂടെ ഒരു ക്ലിപ്പും വെക്കുന്നുണ്ട്. ഇനി ഈ ആരോപണത്തിന് മരിയോ ജോസഫിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം. പിന്നെ മുറിയിലുണ്ടായ സംഭവം എന്താന്ന് പറയാം, അത് വളരെ നന്നായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്. മുറിയിലുണ്ടായ സംഭവം, ഞങ്ങള് ബോർഡ് മീറ്റിംഗ്, അതായത് ഈ സെക്ഷൻ 8 കമ്പനിയിലെ NPO നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഒരു മീറ്റിംഗ് ഞാൻ, ആ കമ്പനി നോക്കുന്ന അഡ്വക്കേറ്റ്, പിന്നെ ദേവസ്യ മാഷ്, അവരുടെ ഭാര്യ, പിന്നെ നമ്മുടെ സാംസൺ, ഞങ്ങളെല്ലാം കൂടെ ക്യാബിനകത്ത് കയറി അത് അകത്തുനിന്ന് ലോക്ക് ചെയ്ത് കയറിയാണ് ഇന്ന് സംസാരിക്കുന്നത്. കാരണം ജിജി മദ്യപിച്ചെങ്ങാനും വന്നാൽ അടികൂടും എന്നുള്ള പേടി കൊണ്ടാണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവൾ എത്തിയിട്ട് കുറേ തെറി വിളിച്ചതിന് ശേഷം പിന്നെ അവൾ മൊബൈലിൽ കുറച്ച് വീഡിയോ പിടിച്ചു, DGPക്ക് അയക്കുന്നു അതാ ഇതാന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞ് അവൾ ബഹളം വെച്ചപ്പം എല്ലാ സ്റ്റാഫുകളും തരണ്ടു കഴിഞ്ഞപ്പോൾ ഞാനത് തുറന്നു കൊടുത്തു. കാര്യം വക്കീലും കൂടെ ഉണ്ടല്ലോ, സമാധാനത്തോടെ സംസാരിക്കുന്നു ഓർത്തിട്ട്. പക്ഷെ കയറി വന്നിട്ട് അവൾ ഒരുപാട് തെറിയും വഴക്കോ പറഞ്ഞു. ആ വീഡിയോ മൊത്തം ആക്ച്വലി സാംസങ്ങിന്റെ കയ്യിലുണ്ട്. സാംസങ് മൊബൈലിൽ പിടിച്ചു. അതിനകത്താണ് ആക്ച്വലി ജിജി സാംസങ്ങിനെ അടിക്കുന്നതും മാഷിനെ തെറി പറയുന്നതും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പം അവളെ ഞങ്ങൾ കൂട്ടിയിട്ടു എന്നും പറഞ്ഞാണ് അവൾ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി. എന്നിട്ട് അവള് സാംസങ്ങിനെ അടിച്ചിട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഞാൻ മാനേജിംഗ് ട്രസ്റ്റിയാണ്, എന്നെ കാണാൻ വന്ന ഗസ്റ്റാണ്, അങ്ങനെ ഇറക്കി വിടാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഒതുങ്ങി. അതൊക്കെ സ്റ്റാഫുകൾക്ക് ഭയങ്കര ഫീലായി. അത് കഴിഞ്ഞ് പിറ്റേന്നാണ് സ്റ്റാഫുകളെല്ലാം എൻ്റെ അടുത്ത് പറയുന്നത്, നമുക്ക് ഈ ഓഫീസിൽ നിന്നാൽ ഇനി മാഡം എന്ത് ചെയ്യുമെന്ന് അറിയില്ല, പലർക്കുമാണ് തല്ല് കിട്ടുന്നത്, ചീത്ത പറയുന്നത്, അതുകൊണ്ട് നമുക്ക് മാറിയാലോ എന്ന് ചിന്തിച്ച് ഞങ്ങൾ ടെമ്പററി ആയിട്ട് തൽക്കാലം അവിടെ നിന്ന് മാറുന്നത്. മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ ജിജിയുടെ അനിയന്റെ ഭാര്യയും ജിജിയുടെ അപ്പനും മാത്രമായി ഓഫീസിൽ. ഇപ്പോഴും അങ്ങനെയാണ് അത് പോകുന്നത്, വേറെ ആരും ജിജിയുടെ കൂടി ഇല്ല. ഓക്കെ, അപ്പൊ ഇവര് ഫിലോക്കാലെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള എന്തൊരു മീറ്റിംഗ് ആണ് അവിടെ ശരിക്കും ആ ക്യാബിൽ വെച്ച് നടന്നത്. പക്ഷെ ഭാര്യയായിട്ടുള്ള ജിജി മാരിയോ മദ്യപിച്ചത് കാരണം അവൾ പെട്ടെന്ന് കയറി വന്ന് അലമുണ്ടാക്കുമെന്ന് പേടിച്ചിട്ടാണ് താൻ അവളെ പുറത്താക്കി വാതിലടിച്ചത് എന്നുള്ള രീതിയിലാണ് മരിയോ ജോസഫ് ഇവിടെ സംസാരിച്ച് വെക്കുന്നത് അല്ലേ? എന്തായാലും അതിനുശേഷം അവിടെ ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറി, ഒരുപാട് സ്റ്റാഫ് അവരുടെ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ള രീതിയിൽ ഇവിടെ മരിയോ ജോസഫ് സംസാരിച്ച് വെക്കുന്നുണ്ട് അല്ലേ? ഇതിലിപ്പോ ആര് പറയണ വിശ്വസിക്കണം എന്നുള്ളത് കൺഫ്യൂഷൻ ആയല്ലോ. എന്തായാലും ടിവിയുടെ സെറ്റ് ഓഫ് ബോക്സ് എടുത്ത് ഭർത്താവ് തന്നെ തല്ലിയെന്നും പറഞ്ഞുകൊണ്ടാണല്ലോ ജിജി മാരിയോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തത്. അതിനെക്കുറിച്ച് ജിജി മാരിക്ക് എന്താണ് പറയാനുള്ളത് കണ്ടോക്കാം. ഒരു മീഡിയേഷൻ ടോക്ക് പീലാർമൊഴിയിലെ ഞങ്ങളുടെ വസതിയിൽ വെച്ചിട്ട് നടക്കുകയും ചെയ്തു. ആ സമയത്ത് ഞാനും മകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോ അദ്ദേഹം ശരിക്കും പറഞ്ഞ സെറ്റപ്പ് ബോക്സ് അല്ല അവിടെ വെച്ചിരുന്നത്, ഈ ക്യാമറയുണ്ട്, CCTV ക്യാമറയുടെ DVR ആണ്. DVR എടുത്ത് എന്റെ തലയ്ക്കടിക്കുകയും 6 സ്റ്റിച്ച് ഉണ്ടാവുകയും കയ്യിൽ കടിക്കുകയും മറ്റു കാര്യങ്ങൾ, എന്റെ ഫോണൊക്കെ തല്ലിപ്പൊട്ടിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ആരോടൊന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും എന്റെ മകൾ എന്റെ ബന്ധുക്കാരെ വിളിച്ചു വരുത്തി, എന്റെ അനുജത്തിനെ വിളിക്കുന്നു, അവിടെയുള്ള 1-2 സ്റ്റാഫിനെ വിളിച്ച് വരുത്തുന്നു. ഏകദേശം ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവരെല്ലാവരും ഓടിയെത്തുന്നത്. എത്തി അവരെന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയപ്പോൾ ഓട്ടോമാറ്റിക്കലി ഹോസ്പിറ്റൽ അത് MLC ഇട്ടു, സ്വമേധിയ കേസെടുത്തു, FIR രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ടിവിയുടെ സെറ്റ് ഓഫ് ബോക്സ് അല്ലേ DVR എടുത്തിട്ടാണ് ഭർത്താവ് തന്നെ തലക്കടിച്ചതെന്നൊക്കെയാണ് ഇവിടെ ജിജി മാരിയോ പറയുന്നത് അല്ലേ? അതിന് കൂട്ടത്തിൽ തല സ്റ്റിച്ചിട്ടൊരു ഫോട്ടോയും കാണിക്കുന്നുണ്ട്. പക്ഷെ ജിജി മാരിയുടെ ഈ വാദത്തെ മരിയോ ജോസഫ് അപ്പാടെ തള്ളി കളയുന്നുണ്ട്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. തല കാണിക്കുന്നുണ്ടല്ലോ മുറിഞ്ഞെന്ന്. ആക്ച്വലി അത് അവളുടെ തലയായിട്ട് എനിക്ക് തോന്നുന്നില്ല. സത്യത്തിൽ അവള് മൊബൈൽ പിടിച്ച് അപ്പത്തന്നെ തല കാണിക്കുകയാണെങ്കിൽ അതിനൊരു മര്യാദ ഉണ്ടായിരുന്നു, ക്യാമറ പിടിച്ചാൽ. ഇത് വേറെ ഏതോ ഒരു തല പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്റെ ഭാര്യയുടെ തലയല്ല അത്. പിന്നെ മെഡിക്കൽ റിപ്പോർട്ട് അല്ല കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി പോകുമ്പോൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്ത് പോകുമ്പോൾ കൊടുക്കുന്ന ഒരു സമ്മറി ഉണ്ടല്ലോ, അതാണ്. അല്ലാതെ തലയിൽ ഇത്ര മുറിവുണ്ടെന്നോ അതോ ഇതോ പറയുന്ന ഒരു മെഡിക്കൽ റിപ്പോർട്ട് അല്ല അവൾ കാണിച്ചതെന്നുള്ള. ഓക്കെ, ഇതാണ് മരിയോ ജോസഫിന്റെ വാദം. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ മൊത്തത്തിൽ എല്ലാം കൂടി കേട്ട് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി എനിക്ക് ഇവിടെ ജെന്യൂൻ ആയിട്ട് തോന്നിയിട്ടുള്ളത് മരിയോ ജോസഫാണ്. ജിജു മാരിയോ പല സ്ഥലങ്ങളിലും കള്ളം പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാത്രവുമല്ല താൻ ഫണ്ട് മുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു അക്ഷരം എവിടെയും ജിജു മാരിയോ സംസാരിക്കുന്നുമില്ല. അതിന് പകരം ഓരോരോ ആരോപണങ്ങൾ തന്റെ ഭർത്താവിനെതിരെ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആളുകൾക്ക് ഇവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇത്രയൊക്കെ ആയിട്ടും ഇനി ഇവരുടെ മോട്ടിവേഷൻ ക്ലാസ് കേൾക്കാൻ പോകുന്ന ആൾക്കാരെ പിടിച്ച് തല്ലണമെന്ന് എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.